ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇനിയിപ്പം ലാസ്റ്റത്തെ ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കാരണം നോമ്പൊക്കെ തുടങ്ങുകയാണല്ലോ. ഇനിയിപ്പം ഉച്ചയൂണൊന്നും ഇല്ലല്ലോ, ഫുള്ള് നമ്മൾ നോമ്പായിട്ട് അങ്ങനെ അങ്ങ് എഴുകി ചേരുമല്ലോ. അപ്പം ഈ മാസത്തേക്കുള്ളത്, അതായത് ഈ മാസം അവസാനത്തെ ലാസ്റ്റത്തെ വീഡിയോ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ വീഡിയോ. അപ്പോൾ ചിലവർ ചിന്തിക്കണുണ്ടാവും, ഈ നോമ്പും കണ്ടൻ്റ് ആണോ എന്ന്. കണ്ടൻ്റ് അല്ല, ഇപ്പം ചെയ്യുന്ന ആരും തന്നെ നോമ്പ് തുറക്കലിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ളത് ചെയ്യണോണ്ട് ഇതിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ളത് നമ്മൾ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും കാണിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാനും വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ വേറെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. എനിക്കിഷ്ടമാണ്, ചുമ്മാ ഇരിക്കുന്നതിലും നല്ലതാണ് എന്തായാലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ജോലി ആയിട്ടില്ല, ആവുന്നവരേക്കും ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഞാനും കരുതി. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ന് കാളാഞ്ചി മീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത് മീൻകറി ആസ് യൂഷ്വൽ ഇവിടുത്തെ പോലത്തെ മുളക് കറി ആണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള, സാധാരണ കൊച്ചുള്ളിയാണ്, പക്ഷേ ഈ കാളാഞ്ചി, ചൂര, കേര അങ്ങനത്തെയൊക്കെ മീൻ കിട്ടുമ്പോൾ കറി വെക്കുമ്പോൾ ഞാൻ കൂടുതൽ സവാളയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഉള്ളി ചേർക്കാറില്ല. ഉള്ളി കൂടുതലും ചേർക്കുന്നത് ഇങ്ങനത്തെ മീൻകറി വെക്കുമ്പം ചേർക്കുന്നത് ഈ ചെറിയ ചെറിയ പൊടിമീനൊക്കെ കിട്ടത്തില്ലേ, അപ്പോഴാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത്. അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ വലിയ വലിയ മീൻ കിട്ടുമ്പോൾ സവാളയാണ് കേട്ടോ എടുക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ഒരുപാട് ഉള്ളി നന്നാക്കുകയും വേണ്ട. അങ്ങനെ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു. ആദ്യത്തെ ഉലുവ നല്ലോണം ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഞാൻ കോരി മാറ്റിയിട്ട് രണ്ടാമതൊരു ഉലുവ പൊട്ടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ സവാള, തക്കാളി, അതേപോലെ കറിവേപ്പില, കീറ് മറ്റേ കൊടമ്പുളി ഉണ്ടല്ലോ, അത്, ഉപ്പ് എല്ലാം കൊണ്ടിട്ട് വഴറ്റി നല്ലോണം വഴന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. മിക്കപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടും മടുത്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വാട്ടി ആദ്യം വെള്ളം ഒഴിച്ചു കുറുക്കി, അത് കഴിഞ്ഞിട്ട് നല്ലോണം അത് ഒന്ന് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വീട്ടിൽ കിളിച്ചൊരു വാഴ ഉണ്ടായിരുന്നല്ലോ, ആദ്യം നമ്മൾ ആദ്യം ഒരു കുടപ്പൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അല്ല, അതാണ് ആ കാണുന്നത്. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് രണ്ടാമതൊരു ഏത്തക്കൊല കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ ഈ കരിയിലയൊക്കെ ഇട്ട് കത്തിക്കുന്നതിൻ്റെ സൈഡിലായതുകൊണ്ട് അവിടുത്തെ ചൂടൊക്കെ കൊണ്ടിട്ടാണോ എന്താണോ അത് വാടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ആൾ കൊലച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കൊലയാണെങ്കിലും ഞാൻ കരുതി അത് നമുക്ക് പഴുപ്പിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും അത് ഒടിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ സൈഡിലിട്ടാൽ നമ്മൾ ഈ കരിയിലയും സാധനങ്ങളും പേപ്പറൊക്കെ കത്തിക്കുന്നത്, അപ്പം അതിൻ്റെ ചൂട് കൊണ്ടിട്ടായിരിക്കും അതാകെ വീണെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ കായ വെറുതെ കളയണ്ട, കായ മെഴുക്കുവരട്ടി വെക്കാമെന്ന് കരുതി. ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളമാകുന്നു എന്ന് മാത്രം. അപ്പോൾ അതെടുത്തിട്ട് കായ ഒന്ന് വെട്ടാന്ന് കരുതിയിട്ട് ഞാൻ ആ കൊല അങ്ങ് വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ കറി തിളയ്ക്കാൻ വെച്ചിട്ടാണ് പോയത്. അപ്പോഴത്തേനും കറിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ മീനൊക്കെ ഇട്ട് അന്ന് കുറുകാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മുടെ ആ ഒരു ചെറിയ കൊലയുണ്ടോ, അത് ആയി വന്നുള്ളൂ. ഇതല്ല കേട്ടോ, ഇതെൻ്റെ നീളമൊക്കെ അത്രേ ഉള്ളൂ. സാധനം മുരടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, അതങ്ങനെ വീണ് പോയി. അപ്പോൾ എന്തായാലും കായ്ക്ക് വേണ്ടി ഞാനതൊന്ന് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടു. ആ സമയത്ത് ഞാനിപ്പുറത്ത് നോക്കുമ്പോൾ ഉമ്മച്ചി മീൻ വരഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. ഈ മീനാണെങ്കിലും ഉമ്മ ഇങ്ങനെ നടുക്ക് കൂടെ ഇങ്ങനെ വരഞ്ഞ് വെക്കും കേട്ടോ. അതാകുമ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റുമല്ലോ. ഉമ്മച്ചിയുടെ മസാലയുടെ പ്രത്യേകത അതിനകത്ത് ഇഞ്ചി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, ചുമന്നുള്ളി ഉണ്ടാവും, കറിവേപ്പില ഉണ്ടാവും, എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളൊരു മസാല. എൻ്റെ പോലെയല്ല, ഞാൻ വേറൊരു രീതിക്കാണ് വെക്കുന്നത്, ഉമ്മ വേറൊരു രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ ഉമ്മ മസാല വരട്ടി വെച്ചു. അപ്പോൾ അത് അവിടെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്തിന് ഞാൻ വന്നിട്ട് കായ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു. അതിന് നല്ല കറയുണ്ടായിരുന്നു കേട്ടോ. അത് പിച്ചപ്പോൾ തന്നെ എൻ്റെ മേല് മൊത്തം കറയായിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഒരു സംഭവത്തിൻ്റെ കറ എങ്ങനെയെങ്കിലുമൊക്കെ മേത്തേക്ക് വീഴും. അപ്പോൾ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഈ ചതച്ച മുളകുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൊണ്ട് ചേർത്തിട്ട് വഴറ്റി വെക്കാമെന്ന് കരുതി. അങ്ങനെ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു, സവാള ഇട്ടു, എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഈ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ അത് ഇട്ടു. പയറും കായയാണ് കോമ്പിനേഷൻ. പക്ഷേ പയർ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ കായ മാത്രം ഇട്ട് വെക്കുന്നു. പെട്ടെന്നായിരുന്നല്ലോ ഇത് ഫിക്സ് ചെയ്തത്. ഇതിങ്ങനെ വീഴുമെന്നും പ്രതീക്ഷയില്ലായിരുന്നു. അധികം വേവില്ലാത്ത കാരണം അത് പെട്ടെന്ന് വെന്ത് വരും. കാരണം കിളന്ത് കായ ആയിരുന്നല്ലോ. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കഴിക്കുമെന്ന്, പക്ഷെ കഴിച്ചൊന്നുമില്ല. പിന്നെ മീനൊക്കെ വറുത്തു. ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.